السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت إليه أنيب. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട കരുവൻപാടി സ്വദേശികളെ, കച്ചവടക്കാരെ, മറ്റു സഹോദരി സഹോദരന്മാരെ, ഏഴാം നൂറ്റാണ്ടിൻ്റെ കൂരിരുട്ടിലേക്ക് മാനവിക വിമോചനത്തിൻ്റെ പ്രകാശദീപവുമായി കടന്നു വന്ന ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പാഠങ്ങൾ അയവിറക്കുന്ന ഇത്തരുണത്തിൽ തിരുനബി കാലം തേടുന്ന വിമോചകൻ എന്ന പ്രമേയത്തിൽ ഗ്രീൻ വാലി യൂണിയൻ ഫോർ ഐഡിയൽ ഡെവലപ്മെൻറ്റ് എഫേർട്സ് അഥവാ ഗൈഡ് സംഘടിപ്പിച്ചിട്ടുള്ള വാഹന പ്രചാരണ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആധുനിക മനുഷ്യനെ അസ്വസ്ഥമാക്കുന്ന 100 കൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അന്യം നിന്ന് പോയിരിക്കുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകൾ പൈശാചികതയുടെ കൂത്തരങ്ങളായി മാറിയിരിക്കുന്നു. സ്വകാര്യ ജീവിത ഇടങ്ങളിൽ പോലും മനുഷ്യർ വൻ സുരക്ഷാ ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മാനവ സംസ്കൃതിയുടെ ചരിത്രത്തിൽ ഒളിമങ്ങാത്ത താരമായി പ്രശോഭിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പാഠങ്ങൾക്ക് പ്രസക്തി ഏറിവരികയാണ്. പ്രവാചക ദൗത്യകാലത്തുണ്ടായിരുന്ന മനുഷ്യരുടെ ആധ്യാത്മികവും ഭൗതികവുമായ ജീവിത മണ്ഡലങ്ങളെപ്പറ്റി ചരിത്രം വാചാലമായി സംസാരിക്കുന്നുണ്ട്. അതോന്മുഖമായ മാനസിക വ്യവഹാരങ്ങളും വികൃത വിശ്വാസങ്ങളും അവരുടെ ജീവിതത്തിന്റെ താളം കെടുത്തിയിരുന്നു. അന്ന് കല്ലും പുല്ലും അവരുടെ ആരാധനാ മൂർത്തികളായി മാറി. മാലാഖമാരും മരണപ്പെട്ടവരുടെ ആത്മാക്കളും അവരുടെ പ്രാർത്ഥനാ ബിംബങ്ങളായി വിട്ടു. അന്ന് പ്രപഞ്ച സൃഷ്ടാവിന് പകരം സൃഷ്ടികളെ തന്നെ അവരുടെ ആരാധനാ പാത്രങ്ങളായി പ്രതിഷ്ഠിക്കപ്പെട്ടു. ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് പുരോഹിതന്മാരും ജ്യോത്സ്യ ഭാവി പ്രവചകരും ചൂഷണത്തിന്റെ പുത്തൻ കവാടങ്ങൾ പലർക്ക് തുറന്നു വെച്ചു. ആ ഇരുണ്ട സാഹചര്യത്തിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ ദൗത്യവുമായി രംഗപ്രവേശനം ചെയ്തത്. പ്രപഞ്ച സൃഷ്ടാവായ സാക്ഷാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവനെ മാത്രം ഭയപ്പെടണമെന്നും അദ്ദേഹം ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. സൃഷ്ടികളിൽ സർവശ്രേഷ്ഠരായ മനുഷ്യർ മറ്റു സൃഷ്ടികൾക്ക് മുന്നിലോ മനുഷ്യർക്ക് മുന്നിലോ അടിമഭാവത്തിൽ നിൽക്കരുതെന്ന വിമോചനത്തിന്റെ സന്ദേശം നൽകി. ഈ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടവർ കേവലം 2 ദശാബ്ദങ്ങൾ കൊണ്ട് തന്നെ ബഹുദൈവ ആരാധനയെ കടപുഴക്കി എറിഞ്ഞു. അവർ ലോകത്തിന്റെ നെറുകയിലിരുന്നു കൊണ്ട് ലോകത്തെ ഭരിക്കാൻ മാത്രം പ്രാപ്തരായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുത്തിയ സാമൂഹിക പരിവർത്തനം അത്രമേൽ ശക്തമായിരുന്നു. സുപ്രസിദ്ധ ആംഗലേയ സാഹിത്യകാരനും രാഷ്ട്രമീമാംസകനുമായ സർ ജോർജ് ബെർണാഡ് ഷാ അദ്ദേഹത്തിന്റെ ദി ജെനുവിൻ ഇസ്ലാം എന്ന പുസ്തകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുന്നത്, I believe that if a man like him were to assume the dictatorship of the modern world, he would succeed in solving its problem in a way that would bring it the much needed peace and happiness. ആധുനിക ലോകത്തിന്റെ ഭരണാധികാരം അദ്ദേഹത്തെ പോലെ ഒരാൾ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചന പാഠങ്ങൾക്ക് പ്രസക്തി ഏറി വരികയാണ്. കാരണം ആധുനിക മനുഷ്യർ ഇന്നും പുരാതന മരുഭൂനിവാസികളുടെ അതേ നിലവാരത്തിൽ തന്നെയാണുള്ളത്. പ്രിയമുള്ളവരെ, ആധുനിക മനുഷ്യർ അഭ്യസ്ത വിദ്യരും ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും
ഉടുതുണിയില്ലാത്ത മനുഷ്യർക്ക് മുന്നിൽ കൈകോപ്പി നിൽക്കാൻ യാതൊരു ലജ്ജയുമില്ലാത്തവരാണ് പല പ്രമുഖന്മാരും. കല്ലും പുല്ലും എലിയും പശുവുമൊക്കെയാണ് നമ്മിൽ പലരുടെയും ആരാധനാപാത്രങ്ങൾ. പശുവിന്റെ മാംസം ഭക്ഷിച്ചവരെയും വിൽക്കുന്നവരെയും തല്ലിക്കൊല്ലുന്നത് ദൈവേതര സൃഷ്ടികൾക്ക് ദിവ്യത്വം കൽപ്പിച്ചത് കൊണ്ടാണ്. മൃഗവിസർജ്യത്തെ കുടിച്ചുകൊണ്ട് ദിവ്യാനുഭൂതി നുകരാനും ചാണകത്തെ മഹത്വമെന്ന് വാഴ്ത്താനും വരെ ആധുനിക ലോകം അധപ്പതിച്ചു പോയതും ദൈവേതര സൃഷ്ടികൾക്ക് ദിവ്യ പരിവേഷം ചാർത്തിയത് കൊണ്ടാണ്. ഈ അധമവിശ്വാസങ്ങളിൽ നിന്നെല്ലാം മനുഷ്യനെ മോചിപ്പിക്കാനുള്ള ഏക പരിഹാരം എന്നത് മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുന്നേ പ്രബോധനം ചെയ്ത ഏകദൈവ വിശ്വാസം മാത്രമാണ്. ഇന്നത്തെ കേരളീയ അന്തരീക്ഷത്തിലും ലോകത്താകമാനം കേട്ടുകൊണ്ടിരിക്കുന്ന പദാവലികളാണ് സ്ത്രീ സുരക്ഷ, സ്ത്രീ സ്വാതന്ത്ര്യം. പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ കൂടിച്ചേരലുകൾക്ക് വിധേയമാകുന്ന എല്ലാ സ്ഥലങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. കേരള പോലീസിൻ്റെ 2024 കണക്കനുസരിച്ച് കേരളത്തിൽ സ്ത്രീകൾക്കെതിരായി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണം 18,980 ദി മെൻ ആൻഡ് വുമൻ ഇൻ ഇന്ത്യയുടെ 2023 കണക്കനുസരിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രതിദിനം 18,887 കേസുകൾ, അഥവാ ശരാശരി ഓരോ മണിക്കൂറിലും 87 സ്ത്രീകളാണ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആധുനിക ലോകത്ത് സ്ത്രീകൾ നാൾക്കുനാൾ പീഡനങ്ങൾക്കും കൈകടത്തലുകൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചന പാഠങ്ങൾ പ്രസക്തമാകുന്നത്. എന്നാൽ ആധുനിക മനുഷ്യർ ആ വിമോചന പാഠങ്ങൾ ഉൾക്കൊള്ളാനോ അവ പ്രായോഗികവൽക്കരിക്കാനോ താല്പര്യപ്പെടുന്നില്ല. സുപ്രസിദ്ധ ഇന്ത്യൻ ദാർശനികൻ പ്രൊഫസർ KS രാമകൃഷ്ണ റാവു അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് ദി പ്രോഫറ്റ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് ദി പെർഫെക്റ്റ് മോഡൽ ഫോർ ഹ്യൂമൻ ലൈഫ്, മനുഷ്യ ജീവിതത്തിലുള്ള ഉദാത്തമായ മാതൃക. തുടർന്ന് അദ്ദേഹം തന്നെ ആ പ്രവാചകനെ വിശേഷിപ്പിക്കുന്നത് ദി ഇമാൻസിപ്പേറ്റർ ഓഫ് വുമൺ, സ്ത്രീ വിമോചകനായ മുഹമ്മദ് എന്നാണ്. ആധുനിക ലോകത്ത് പീഡനപർവ്വതങ്ങൾ താണ്ടി നരകിച്ച് ജീവിക്കേണ്ടി വരുന്ന സ്ത്രീ സമൂഹത്തിന് സ്വാതന്ത്ര്യവും സ്വാഭിമാനവും നേടിക്കൊടുത്ത ഉദാത്തമായ മാതൃക കാണിച്ചു തന്ന കാലം തേടുന്ന വിമോചകൻ തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ജനിക്കാനോ ജീവിക്കാനോ അവകാശമില്ലാത്ത പൗരാണിക അറേബ്യൻ പെൺകുഞ്ഞുങ്ങൾക്ക് ജനിക്കാനും മാന്യമായി ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീ മോചനത്തിന്റെ കാഹളധ്വനി മുഴക്കിയത്. അദ്ദേഹം സഗൗരവം പ്രഖ്യാപിച്ചു, വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും. നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ കൊന്നുകളയരുത്, നാം ആകുന്നു അവർക്കും നിങ്ങൾക്കും റിസ്ക് നൽകുന്നത്. എന്നാൽ ആധുനിക മനുഷ്യർ 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിലെത്തിയിട്ടും ആ സ്ത്രീ മോചനത്തിന്റെ ഉദാത്തമായ മാതൃകകൾ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രതിവർഷം 5 ലക്ഷം പെൺകുഞ്ഞുങ്ങളെയാണ് ഭ്രൂണഹത്യ ചെയ്യുന്നത്, അഥവാ ഗർഭാശയത്തിൽ വെച്ച് തന്നെ കൊന്നു തള്ളുന്നത്. ഈ ഹീനകൃത്യത്തിന് അന്ത്യം കുറിക്കാൻ സർക്കാരുകൾ പല നിയമങ്ങളും സാധ്യമാക്കാൻ ശ്രമിച്ചിട്ടും അവയൊന്നും പൂർണ്ണാർത്ഥത്തിൽ പ്രാബല്യമായിട്ടില്ല. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ത്രീമോചന പാഠങ്ങൾ പ്രസക്തമാകുന്നത്. ഇന്ന് കുഗ്രാമങ്ങളെയും മെട്രോപൊളിറ്റൻ സിറ്റികളെയും ഒരുപോലെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്ന നീരാളിയാണ് ലഹരി. 12-13 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളിൽ തുടങ്ങി കൗമാരക്കാരും നടുവൊടിഞ്ഞ വൃദ്ധർ വരെ ഇന്ന് മാരക ലഹരികളുടെ
മാരക ലഹരിയുടെ അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. കേരള പോലീസിൻ്റെ സർവേ പ്രകാരം കേരളത്തിൽ 40% ലഹരി ഉപയോഗിക്കുന്നവരും 18 വയസ്സ് മാത്രം പ്രായമുള്ളവരാണ്. അതിൽ തന്നെ വലിയൊരു ശതമാനവും പെൺകുട്ടികളാണെന്നുള്ളത് ഏവരെയും അമ്പരിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. സർക്കാരുകളും നിയമപാലകരും ലഹരിയുടെ ഈ ഒരു കണക്കില്ലാത്ത അല്ലെങ്കിൽ അനിയന്ത്രിതമായ ഉപയോഗത്തെ നിയന്ത്രിക്കാൻ പല നിയമങ്ങൾ നടപ്പിൽ വരുത്താൻ ശ്രമിച്ചിട്ടും അവർക്ക് അതിന് പൂർണ്ണാർത്ഥത്തിൽ സാധ്യമായിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക ദൗത്യവുമായി രംഗപ്രവേശനം ചെയ്ത ആ പൗരാണിക അറേബ്യൻ ജനത അവർ മദ്യചഷകങ്ങളിൽ ജീവിക്കുന്നവരായിരുന്നു. മദ്യമില്ലാത്ത ജീവിതം മരണതുല്യമാണെന്ന് കരുതിയിരുന്നവർ. താൻ മരിക്കുകയാണെങ്കിൽ മുന്തിരിവള്ളിക്ക് കീഴെ മറവ് ചെയ്യണമെന്നും അതിലൂടെ ഊഴ്ന്നിറങ്ങുന്ന മദ്യം നുകർന്നുകൊണ്ട് തൻ്റെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലുകൾ സായുജ്യമടങ്ങട്ടെ എന്നും കൊതിച്ചിരുന്നൊരു ജനത. ആ ജനതയെ ചിട്ടയായ സന്ദേശം കൊണ്ടും ചിട്ടയായ ഉപദേശങ്ങൾ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ലഹരി വിമുക്ത ജനതയെ രൂപകൽപ്പന ചെയ്തു. എന്നാൽ ആധുനിക മനുഷ്യർ എന്നാണോ ആ പ്രവാചകന്റെ ആ വിമോചന പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത്, അന്ന് നമുക്കും അതുപോലെ ഒരു ലഹരി വിമുക്ത ജനതയെ രൂപകൽപ്പന ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ കണക്കനുസരിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 220 ദശലക്ഷം ആളുകളുടെയും ദിവസ വരുമാനം വെറും 32 രൂപയിൽ താഴെയാണ്. അഥവാ നാം പുരോഗതിയിലേക്ക് കുതിക്കുകയാണെന്നും നാം പുരോഗതി കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുമെല്ലാം ഗീർവാണം മുഴക്കുമ്പോഴും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 62% ആളുകളും കടുത്ത ദാരിദ്ര്യത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം സാമ്പത്തിക ചൂഷണവും അഴിമതിയും അനീതിയും എല്ലാം ചേരുമ്പോൾ മനുഷ്യരുടെ ജീവിതം വളരെയേറെ പ്രയാസകരമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ മാത്രം അവസ്ഥയല്ല, ഇന്ന് ലോകത്ത് മുഴുവൻ സാമ്പത്തിക ചൂഷണവും അഴിമതിയും എല്ലാം വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പണക്കാരൻ കൂടുതൽ പണക്കാരനായും ദരിദ്രർ കൂടുതൽ ദരിദ്രരായും പരിഗണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇന്ന് ആഗോള വ്യാപകമാണ്. ഈ സാമ്പത്തിക സന്തുലിതത്വവും സമത്വവുമെല്ലാം നിലവിൽ വരുത്താൻ 1 നൂറ്റാണ്ടിലധികം ശാസ്ത്രീയ ചട്ടക്കൂടിൽ ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും എല്ലാം പ്രവർത്തിച്ചെങ്കിലും അവർക്ക് ഈ സന്തുലിതത്വവും സമത്വവും എല്ലാം സാധ്യം വരുത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ ലോകത്ത് മനുഷ്യർ ധന്യതയോടെ ജീവിച്ചൊരു കാലമുണ്ടായിരുന്നെന്ന് ചരിത്രം തറപ്പിച്ച് പറയുന്നു. വിശ്വമോചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചന പാഠങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചവരായിരുന്നു ആ ജനത. സക്കാത്ത് വാങ്ങാൻ പോലും പാവപ്പെട്ടവരില്ലാത്ത വിധം ധന്യമായിരുന്ന ഒരു കാലം. ചൂഷണവും അഴിമതിയുമെല്ലാം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. പലിശ എന്ന ദുർഭൂതത്തെ നിഷ്കാസനം ചെയ്തു. വലതുകൈ നൽകുന്നത് ഇടതുകൈ അറിയാത്ത വിധത്തിലുള്ള സാഹോദര്യത്തിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെയും പുതിയ യുഗപ്പിറവി ഉണ്ടായി. ആ സാമ്പത്തിക നയങ്ങൾ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. നാം അവ പ്രായോഗികവൽക്കരിക്കാൻ ഇച്ഛാശക്തി കാണിക്കുകയാണെങ്കിൽ ഇനിയും നമുക്കൊരു സമ്പന്നമായ ഒരു കാലഘട്ടത്തെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത സന്ദേശങ്ങൾ അധികവും സാമൂഹിക സന്തുലിതത്തിന് വേണ്ടിയുള്ളതായിരുന്നു. സമൂഹത്തിൽ അത്താഴം നഷ്ടപ്പെട്ട തെരുവ് മക്കൾ, വിധവകൾ, അടിമകൾ അങ്ങനെ തുടങ്ങിയവർക്ക് കൈത്താങ്ങാകാനും
അതിനുവേണ്ടി സക്കാത്ത്, സദഖ എന്നിവ അവ പോലെയുള്ള സൽക്കർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. സൂറത്തുർ റൂമിലെ 39-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഫആതി ദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബിനസ് സബീൽ ദാലിക ഖൈറുൽ ലില്ലദീന യുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആകയാൽ കുടുംബ ബന്ധമുള്ളവന് നീ അവന്റെ അവകാശം നൽകുക, അഗതികൾക്കും തെരുവ് മക്കൾക്കും അവരുടെ അവകാശവും നൽകുക. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കുന്നവർക്ക് അതാണ് ഉത്തമം. വമാ ആതൈതും മിർ റിബൽ യർബു ഫീ അംവാലിൻ നാസ് ഫലാ യർബു ഇൻദല്ലാഹ്. എന്നാൽ ജനങ്ങളുടെ സമ്പത്ത് മുഖേന നിങ്ങൾ എന്തെങ്കിലും സമ്പാദിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ വളരുകയില്ല. വമാ ആതൈതും മിൻ സക്കാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ. എന്നാൽ അള്ളാഹുവിന്റെ പ്രീതിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ വല്ലതും സക്കാത്ത് കൊടുക്കുന്ന പക്ഷം അവരാകുന്നു ഇരട്ടി സമ്പാദിച്ചവർ. ഇങ്ങനെ ആധുനിക ലോകത്ത് മാനവ വിമോചനം സാധ്യമാക്കാനുള്ള പരിശുദ്ധ നിയമങ്ങളും നടപടികളും അടങ്ങിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത ഇസ്ലാം. ആ പ്രവാചകന്റെ സന്ദേശങ്ങളും വിമോചന പാഠങ്ങളും മനസ്സിലാക്കാനും അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.